നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകാൻ പോകുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജനറൽസ് ആണ്. ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ മെസ്സേജുകൾ കേൾക്കുന്ന സമയത്ത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി, നിങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവുന്നു എന്നതിനുള്ള ഒരു പ്രധാന തെളിവായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മെസ്സേജിനെ കാണേണ്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡാണ്. അതായത് നിങ്ങൾക്ക് ചില വ്യക്തികളുടെ പൊയ്മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നു. അതായത് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറിയ, അതുപോലെ നിങ്ങളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പ്രകടിപ്പിച്ച് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്ന ചില സിറ്റുവേഷൻസൊക്കെ വളരെയധികം ഒരു പെയിൻഫുള്ളായ അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് നിറഞ്ഞ, സ്ട്രഗിൾ നിറഞ്ഞ ഒരു അവസ്ഥയാണെന്നുള്ള ഒരു തിരിച്ചറിവ്, അതല്ലെങ്കിൽ നിങ്ങളിലെ ഒരു നന്മയെ തിന്മയാക്കി തീർക്കുന്ന ചില സാഹചര്യങ്ങൾ ചില വ്യക്തികളിൽ നിന്നും, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. കാരണം നിങ്ങളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നവർ നിങ്ങളുടെ ശത്രുവായിരുന്നു എന്ന് മറ്റാരെങ്കിലും വഴിയോ അതല്ലെങ്കിൽ ചില അനുഭവങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നത് വഴിയോ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. വളരെ വലിയൊരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പോലത്തെ ചില തിരിച്ചടികളോ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് വളരെ സ്ട്രെങ്തോടുകൂടി നിങ്ങൾക്ക് ഇന്ന് നേരിടാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കരിയർപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു തിരിച്ചടിയോ തകർച്ചയോ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്ന് ഇന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. അതായത് നിങ്ങൾക്ക് കാലം അനുകൂലം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻസ് മാറുന്നു, പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു സമാധാനം നിറഞ്ഞ ഒരു യാത്ര നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കരിയർപരമായ കാര്യത്തിൽ. അതുപോലെ അതിന് വളരെ സ്ട്രെങ്തോടും ശക്തിയോടും കൂടി ചിലപ്പോൾ ആരിൽ നിന്നെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അതുപോലെ നിങ്ങളുടേതായ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ട നിങ്ങളുടെ കരിയറായ ഫീൽഡിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ചീറ്റിങ്ങോ ചതിയോ പറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഒരു തകർച്ച വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കതിനെ നല്ല രീതിയിൽ തന്നെ സ്ട്രെങ്തോടു കൂടി തന്നെ അതിനെ നേരിടാൻ പറ്റുന്നതായിട്ടും നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. ദ സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനെയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു അബണ്ടൻസ് ആണെങ്കിൽ, അതുപോലെ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലോ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും ഒരു ചേഞ്ചിങ്ങോ മാറ്റമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യെത്തും ദൂരത്തെത്തി അതിന് വേണ്ട കാര്യങ്ങൾ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിലെത്തിക്കഴിഞ്ഞു. അത് നിങ്ങൾക്കിന്ന് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അത് ഒരു വിജയത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു വിജയം, മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കിന്നുണ്ടാകുന്നു. കാരണം അത്രത്തോളം പവർഫുള്ളായ എനർജിയാണ് വരുന്നത്. മറ്റെല്ലാ സിറ്റുവേഷൻസിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെന്നുള്ള ആ ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അത് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ നിസ്സാരക്കാരല്ല എന്ന ഒരു മനസ്സിലാക്കൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ഇന്ന് ഉണ്ടാകും.
കാരണം അത്രത്തോളം നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വന്നു ചേരുന്നു. കാരണം അത്രത്തോളം നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തോ സാഹചര്യമായി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഒരു തകർച്ചയിൽ നിന്നും നിങ്ങൾ നിസ്സാരമായിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടും ഉണ്ടാവാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നഷ്ടങ്ങളോ വേദനകളോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ അതിനേക്കാൾ പവർഫുള്ളായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. സാമ്പത്തികമായിട്ട് ആരെങ്കിലേക്ക് സഹായിച്ചിരുന്നു എങ്കിൽ ആ ധനം കിട്ടാതെ പോകുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുകയാണ്, നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങൾക്കൊരു റീബർത്ത് നിങ്ങളുടെ ലൈഫിൽ അത് വീണ്ടും നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ നിങ്ങളെ മാനസികമായിട്ട് ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ചതിയോ മറ്റോ, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് തിരിച്ച് നിങ്ങൾക്കത് കിട്ടാതെ പോയി എങ്കിൽ ഉറപ്പായിട്ടും അത് റീബർത്ത് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാൻ പറ്റും. പക്ഷേ ചില ബർഡൻസൊക്കെയാണ്, നിങ്ങൾക്കതിനെ പൂർണ്ണമായും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. ചില വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില നെഗറ്റീവായ ഇൻസിഡൻറ്റുകൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നുണ്ടാകാം. അതുപോലെ ആ ഒരു സാമ്പത്തികമാണെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങളിലേക്ക് വരുമ്പോഴും നിങ്ങൾക്കൊരു സംതൃപ്തി ഇല്ല എന്നാണ് കാണുന്നത്. അത് എന്തോ ഒരു പൂർണ്ണതയില്ലാതെയാണ് നിങ്ങളത് കൈപ്പറ്റുന്നത്. അത് സ്നേഹമായിക്കോട്ടെ, മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമായിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്കതൊരു ബർഡനായിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കതിൻ്റെ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനായിട്ട് പറ്റാതെ ഒരു ബർഡനായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. മാറ്റങ്ങളാണ്, വളരെ ശക്തമായ മാറ്റങ്ങളാണ്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നല്ല ആഴത്തിലുള്ളൊരു തിരിച്ചറിവ് വരുന്നു. ചില സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാനായിട്ടും, അതുപോലെ പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വലിയ തിരിച്ചറിവില്ലായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ പാസ്റ്റിലെ ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും സംഭവിച്ച കാര്യങ്ങളിലൊരു പൂർണ്ണതയില്ലാതെ നിന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ആരില്ലെങ്കിലും നിന്നോ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് തന്നെ, ഇന്നർ വോയിസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ പാസ്റ്റിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്ക് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് എനിക്കിവിടെ കിട്ടുന്നൊരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെയോ തെറ്റായ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ ഫിനാൻസിനെയൊക്കെ മുടക്കിയതായിട്ടാണ് കാണുന്നത്. അത് ശരിക്കും യഥാർത്ഥ സ്ഥലത്തല്ല നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, പാസ്റ്റിൽ സംഭവിച്ചു പോയ ആ ഒരു തെറ്റ് നിങ്ങൾക്ക് വ്യക്തമായി ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിന് പറ്റിയൊരു സാഹചര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിശ്വസിച്ച് ആ വ്യക്തിയിലേക്ക് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥമായി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് പാർട്ട് നിങ്ങൾക്ക് വിട്ടുപോയെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്ന് തിരിച്ചറിയാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 3 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഫയർ എനർജിയാണ്. വളരെ ശക്തമായ കത്തി ജ്വലിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഇന്ന് അതിജീവിക്കണം എന്നാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും മുടക്കി അതിനകത്തൊരു ചീറ്റിംഗ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് ഫയർ ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ടൊന്ന് കുറച്ചൊന്ന് സ്ട്രോങ് ആവേണ്ടി വരും. ആരോടൊക്കെയോ ഇന്നൊരു ഫൈറ്റിംഗ് കാണുന്നുണ്ട് കേട്ടോ. ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു തടസ്സത്തിന് കാരണമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ഫാമിലിക്കുള്ളിലായിരിക്കാം ഒരു തർക്കവും പ്രശ്നവും വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾക്ക് ഫിനാൻസ് പരമായിട്ട് നിങ്ങൾ എന്തോ ഒരു പുതിയ തുടക്കം വളരെ പ്രതീക്ഷിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫിനാൻസ് ആരുടെയെങ്കിലും വാക്കിന് പുറത്ത് കൊടുത്തുവെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടൊരു കോൺഫ്ലിക്റ്റ്, ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ഫൈറ്റിങ് നിങ്ങൾ ഇന്ന് നേരിടേണ്ടതായിട്ട് വരുന്നു. നമ്മൾ
വ്യക്തമായും കാര്യങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഫൈറ്റിങ്ങിന് പോകാൻ പാടുള്ളൂ കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സിനിടയിലായിരിക്കാം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിന്ന് നേരിടേണ്ടി വരുന്നത്. കാരണം എന്തെങ്കിലും സെലിബ്രേഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ എല്ലാവരോടും ചേർന്ന് നടത്തിയ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരോടും ഒത്തുചേർന്ന് ചെയ്ത ഒരു കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ മറ്റോ ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ടുമാവാം ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇന്നത്തെ ദിവസം കാണുന്നത്. അപ്പം സൗഹൃദങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുക. ചില സ്ഥലത്തൊന്ന് സൈലൻ്റ് ആവുന്നത് നല്ലതായിരിക്കാം കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ശാന്തമായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്താൻ പറ്റുന്നതാണ്. എടുത്ത് ചാടി ഒരിടത്തും ഒരു കോൺഫ്ലിക്റ്റിന് പോകേണ്ട. കാരണം ഭയങ്കര ഫയർ എനർജിയാണ് കിട്ടുന്നത്. കാരണം അത് ചിലപ്പോൾ ചെറിയ രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശാന്തമാകാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും കുടുംബത്തിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും രീതിയിലൊരു ഫിനാൻഷ്യലായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സൈലൻ്റ് ആവുക കേട്ടോ. കോൺഫ്ലിക്റ്റിലേക്ക് പോകരുത്. ഫയർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും പിന്നെ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തിരിച്ച് മൂവ് ഓൺ ചെയ്ത് വരിക എന്നത് കേട്ടോ. അപ്പം 2 ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ 2 പ്രയോറിറ്റി, ഏതൊക്കെയോ 2 കാര്യങ്ങളിൽ പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്നു. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു കാർമിക് സിറ്റുവേഷൻസിനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ അപ്പുറം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഫൈറ്റിംഗ് എനർജി വരിക എന്നതൊരു കാർമിക് സിറ്റുവേഷൻസിലേക്ക് പോകാനിട വരും. അപ്പം അതിനെയും കൂട്ടത്തിൽ ഫിനാൻസിനെയും കണക്റ്റ് ചെയ്തുള്ള ഒരു പ്രയോറിറ്റി ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കാർമിക് സിറ്റുവേഷൻസ് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരിട വരരുത്. ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ. വീണ്ടും അതുപോലത്തെ എനർജി തന്നെയാണ് വരുന്നത്. മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ് വരുന്നത്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ലൈഫിൽ ഇന്നത്തെ ദിവസം വരാം ഫിനാൻസ് പരമായിട്ട് കേട്ടോ. അപ്പം അതിനകത്ത് ഏറ്റവും ഉചിതമായതും നമുക്ക് നാളത്തേക്ക് പ്രയോജനപ്പെടുന്നതുമായ സാഹചര്യം എടുക്കണം. അവിടെയും ഒരു ഫൈറ്റിംഗ് എനർജിയാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം. ഒരു രീതിയിലും ഒരു പ്രോബ്ലംസിലും ചെന്ന് ചാടരുത് കേട്ടോ. ഇനി നമുക്ക് ദേഷ്യം വന്നാലും ഒന്നങ്ങ് കൺട്രോൾ ചെയ്തേക്കാം. അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടി അങ്ങ് മാറ്റി വെച്ചേരെ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാളത്തേക്ക് വേണ്ടി ഇന്ന് അതിൻ്റെ ഇടപെടരുത്. ഒരു കോൺഫ്ലിക്റ്റിലും ഇന്ന് പോയി ഇടപെടരുത്. നാളത്തേക്ക് മാറ്റി വെച്ചേക്കുക. കാരണം നമുക്കത് വളരെയധികം ലോസ്, ചില ബന്ധങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെയാണ് കാണുന്നത്. അപ്പം കുറച്ച് മൗനം പാലിക്കുക കേട്ടോ. നമ്മളുടെ ഈ റീഡിങ്സ് കാണുന്നവരിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ ഒരു നിമിഷം ഓർക്കണം. 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഹാപ്പിനെസ്സും സന്തോഷവും ഒരു യാത്രയും ഒരുമിച്ച് ആരോടൊക്കെയോ ചേർന്ന് പെട്ടെന്നൊരു യാത്ര നിങ്ങൾക്കുണ്ടാവാം. സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു യാത്രയാവാം. വളരെ സന്തോഷകരമാകുന്ന ഒരു സക്സസ് ഉള്ള ഒരു സമാധാനവും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയൊക്കെ ലഭിക്കുന്ന ഒരു യാത്ര ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ ഉടനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, അതിന് വേണ്ട ഒരു ചർച്ചയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമോ ഇന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ സുഹൃത്തുക്കൾ തമ്മിലാവാം, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊത്തുമാവാം. 10 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് കൺട്രോളിങ് പവറും വിൽ പവറും ഉപയോഗിക്കുക. നിങ്ങൾക്ക് കുറച്ച് ബെർഡൻസ്, കുറച്ച് പ്രോബ്ലംസിനെയൊക്കെ ഒന്ന് ഇറക്കി വെക്കേണ്ട ടൈമാണ് ഇന്നത്തെ ദിവസം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്ലോക്കേജ് ഉണ്ട്, ഒരു വലിയ ബന്ധനമുണ്ട്. ആ ബന്ധനത്തെ ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ആരോടോ തോന്നിയ ഒരു അഡിക്ഷൻ, ഒരു പ്രണയമെന്ന് അല്ലെങ്കിൽ സത്യസന്ധമായൊരു ഇഷ്ടമെന്ന് തോന്നി ചെന്നുപെട്ടത് ഒരു തെറ്റായ ബന്ധത്തിലാണ്. അതൊരു വെറും ഫിസിക്കൽ അഡിക്ഷൻ മാത്രമാണ് നിങ്ങളോട് ആ ഒരു സിറ്റുവേഷൻസിനുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആ ഒരു സിറ്റുവേഷൻസ് ഇറക്കി വെക്കേണ്ട, അത് അവസാനിപ്പിക്കേണ്ട ടൈമാണ്. ആ ഒരു ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പെട്ട് നിന്നിരുന്നെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവരോടൊന്നും സഹകരിക്കാതെ നിങ്ങളൊരു ഒറ്റപ്പെട്ട വ്യക്തിയായിട്ട് എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക. നിങ്ങളുടെ പവറും നിങ്ങളുടെ ആ ഒരു
നിങ്ങളുടെ പവർ നിങ്ങൾ പുറത്ത് കാണിക്കുക എന്നാണ് പറയുന്നത്. ആക്ഷൻ എടുക്കേണ്ട സമയമാണ്, അതല്ലാതെ പിൻവലിഞ്ഞ് നിൽക്കേണ്ട ടൈമല്ല, ആക്ഷൻ എടുക്കേണ്ട സമയമാണെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ്, നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങൾ നിങ്ങളോട് തന്നെ സെൽഫായിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുക കേട്ടോ. കാരണം നല്ലൊരു ഇന്നർ ഗൈഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് ടവറാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേത് സാഹചര്യത്തിലാണോ നിങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ആ സാഹചര്യത്തിൽ നിന്നും അതിനേക്കാൾ പവർഫുള്ളാകുന്ന മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു നിങ്ങളെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ചില സിറ്റുവേഷൻസ്, ചില കാർമിക്കായ സാഹചര്യങ്ങൾ, ഇമോഷണലി ഉള്ള ബന്ധം, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കുടുങ്ങി നിൽപ്പുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാൻ പോകുന്നു. നിങ്ങളറിയാതെ നിങ്ങളുടെ സോളിന് നല്ലൊരു പവർ വരുന്നു. ടവറാണ് വന്നിരിക്കുന്നത്, പവർ വരുന്നു. ആ പവറിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, ബ്ലെസ്സിങ്സ് വരുന്നു. കൂട്ടത്തിൽ ചില തെറ്റായ ഇമോഷൻസ്, ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്നത് ഓപ്പണിംഗ് ആണ് കേട്ടോ. ന്യൂ ഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്കൊരു ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾക്ക് മുന്നിൽ തന്നെ ആ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള കീയും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അത് എടുക്കുക, മുന്നോട്ടേക്ക് പോവുക, ബ്ലെസ്സിങ്സിനെ നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഫിനാൻഷ്യലും അതുപോലെ കരിയറും നിങ്ങളുടെ ജീവിതവും എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല. നിങ്ങൾ എഴുന്നേൽക്കുക, മുന്നോട്ട് പോവുക കേട്ടോ. ചില സിറ്റുവേഷൻസിനെയൊക്കെ ഹീലാക്കി കളയുക, ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യുക. കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ഈ എനർജിക്കുള്ളിൽ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങളൊന്ന് അഴിച്ചു പണിത് ഒന്നും കൂടി പുതിയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റിംഗ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു നിൽക്കുന്നവരാണ്. സീക്കിംഗ് ഗുഡ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളോട് നോക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ ഒന്ന് നോക്കൂ. അതായത് തലയ്ക്ക് കയ്യും കൊടുത്ത് നമ്മൾക്ക് വരാനിരിക്കുന്ന, അല്ലെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്സിനെ കാണാതെ പോകുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ടൈം കഴിയുമ്പോൾ അത് തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വീണ്ടും ദുഃഖങ്ങളെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും ക്യാരി ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. ആ ഒരു സിറ്റുവേഷൻസ് വരാതിരിക്കട്ടെ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.